ബൈബിളിൽ ഉടനീളം ദൈവത്തിന്റെ സ്വന്തം ജനം കർത്താവിനെ പുറംതിരിഞ്ഞു നിൽക്കുന്നത് നാം വീണ്ടും വീണ്ടും കാണുന്നു. പിന്തിരിയൽ ആരംഭിക്കുന്നത് പ്രാർത്ഥനയിലാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ പിന്തിരിയുവാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മറ്റെല്ലായിടത്തും പിന്നോട്ട് പോകാൻ തുടങ്ങും. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾ തണുത്തുറയുകയും പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യം നഷ്ടപ്പെടും. പ്രാർത്ഥിക്കുന്ന പുരുഷന്മാരെയും സ്ത്രീകളെയും സാത്താൻ വെറുക്കുന്നത് എന്തുകൊണ്ട് എന്നാണ് നിങ്ങൾ കരുതുന്നത്? അവരെ തോൽപ്പിക്കാൻ പിശാചിന് കഴിയില്ല. നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം ഇപ്പോൾ പുനഃക്രമീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതുവരെ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പിന്മാറും. മത്തായി സുവിശേഷം 26:41 പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ, ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്ര. ഈ ലോകത്തിലെ എല്ലാം നിങ്ങളുടെ ഹൃദയത്തെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ ശ്രമിക്കുന്നു. നിങ്ങൾ പിന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റൊന്നാണ് മിക്കപ്പോഴും, അത് പാപമാണ്. എന്നാൽ എല്ലാ സമയത്തുമല്ല. ചില സമയങ്ങളിൽ അത് മാനസിക ഭാരമാവാം. നിങ്ങളുടെ ഹൃദയത്തിൽ മറ്റെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ നിങ്ങൾ കർത്താവിനെ മറക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോഴാണ് പിന്നോട്ട് പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള സമയമെന്ന് നിങ്ങൾ കരുതുന്നത്. എന്തുകൊണ്ട്? സമൃദ്ധിയുടെ കാലത്ത് നിങ്ങൾക്ക് കർത്താവിനെ ഇനി ആവശ്യമില്ല. നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിച്ചു. യേശുക്രിസ്തുവിന്റെ സഭ അഭിവൃദ്ധി പ്രാപിച്ചു, സഭ പുഷ്ടി പ്രാപിച്ചു. നാം നമ്മുടെ കർത്താവിനെ മറന്നു, സഭ പിന്തിരിഞ്ഞു. നമുക്ക് ഉടനെ ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. നമ്മുടെ ഹൃദയം ദൈവത്തിലേക്ക് തിരിയണം. ക്രിസ്തു യേശുവിലൂടെ നിത്യതയ്ക്ക് ഉതകുന്ന ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.